പോയ യഥോ ധർമ്മ സ്തതോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. ഇന്ന് ആധുനിക ഭാരതത്തിൻ്റെ ആധ്യാത്മിക ആചാര്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ സ്വാമി വിവേകാനന്ദൻ അവരുടെ 123-ാം സമാധി ദിനമാണ്. ആധുനിക ഭാരതത്തിന് ആത്മീയതയുടെ പുതിയ തലങ്ങൾ, മാനങ്ങൾ കൽപ്പിച്ച് നൽകിയ, അതായത് ആത്മീയതയും ഭൗതികതയും രണ്ടല്ലെന്നും ആത്മീയതയിലൂടെ ഭൗതികതയിൽ മുന്നേറാമെന്നും ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം നൽകി ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആത്മീയത അതിനോടൊപ്പം കൊണ്ടുപോകാമെന്നും ഭാരതീയരെയും ലോകത്തെയും മനസ്സിലാക്കി തന്ന അതിശ്രേഷ്ഠനായ ആത്മീയ ആചാര്യനായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഈ ഭാരതത്തിൽ സനാതന ധർമ്മത്തിൻ്റെ ഉദ്ഘോഷകരായി ആയിരക്കണക്കിന് ആത്മീയ ആചാര്യന്മാർ ജന്മം കൊണ്ടിട്ടുണ്ട് എങ്കിലും അത് വിവിധ യുഗങ്ങളിലായിരുന്നു. എങ്കിൽ ആധുനിക ഭാരതത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ, അതായത് പുതിയ തലമുറയ്ക്ക് അവരുടേതായ വീക്ഷണമനുസരിച്ച്, ജീവിത വീക്ഷണമനുസരിച്ച് ആത്മീയതയെ കൂടെ ഉൾക്കൊള്ളിച്ച് ജീവിക്കുന്നതിലേക്ക് വേണ്ടുന്ന നിർദ്ദേശം നൽകിയ പ്രഗത്ഭനായ ആത്മീയ വ്യക്തിത്വത്തിനുടമയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ചിക്കാഗോ പ്രസംഗത്തിൽ അദ്ദേഹം പ്രഘോഷിച്ചത് അമേരിക്കയിലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എന്ന ആ തത്വം ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൽ, ആ സാക്ഷാൽ പരബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച എല്ലാ ആത്മാക്കളും, അതായത് പരമാത്മാവിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാ ജീവാത്മാക്കളും ഒരേ ബ്രഹ്മത്തിൻ്റെ അംശങ്ങൾ തന്നെയായ എല്ലാ വ്യക്തിത്വങ്ങളും പരസ്പര സഹോദരങ്ങളാണ് എന്ന സത്യം ലോകത്തെ ബോധ്യമാക്കുന്നതിലേക്ക് വേണ്ടിയാണ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എന്ന് സംബോധന ചെയ്തത്. പല പ്രബുദ്ധരായ നിരീക്ഷകരും നിരൂപകന്മാരും പിൽക്കാലത്ത് അമേരിക്കൻ ജനതയെ കയ്യിലെടുക്കുന്നതിലേക്ക് വേണ്ടിയാണ് സ്വാമി വിവേകാനന്ദൻ അങ്ങനെ സംബോധന ചെയ്തു എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. എങ്കിലും സ്വാമിജിയുടെ ഉള്ളിൽ ആ ബ്രഹ്മതത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥ ബ്രഹ്മതത്വത്തിൽ, ആ സാക്ഷാൽ പരംധാമ പരമ്പൊരുൾ, അതായത് പരബ്രഹ്മം, ആ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സർവ്വ ജീവജാലങ്ങളും ഒരമ്മ പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും എപ്രകാരം സഹോദരങ്ങളായിരിക്കുന്നുവോ അതേപോലെ ഒരു ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സർവ്വ ജീവജാലങ്ങളും പരസ്പര സഹോദരങ്ങളാണ് എന്ന സത്യം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ലോകത്തെ അറിയിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഭാരതത്തിലല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ജീവജാലങ്ങളും പരസ്പര സഹോദരങ്ങളാണ് എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പ്രചരിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയാണ് സ്വാമി വിവേകാനന്ദൻ ഇത്തരമൊരു വാക്ക് അവിടെ പ്രചരിപ്പിച്ചത്, ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ. അതേപോലെ ഭാരതത്തിൻ്റെ ഇങ്ങ് കിഴക്കേയറ്റത്തുള്ള കേരളത്തിൽ വന്ന് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ അവർക്ക് പറയാൻ സാഹചര്യം ഉണ്ടായതും ഇതേ അർത്ഥത്തിലാണ്. അതായത് ഒരേ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച സർവ്വ വ്യക്തിത്വങ്ങളും പരസ്പര സഹോദരങ്ങളായിരിക്കുമ്പോൾ പിന്നെ എന്ത് ജാതി, എങ്ങനെയാണ് ജാതി? ആ സത്യം ബോധ്യമല്ലാത്തതിനാലാണ് ഈ വർണ്ണവ്യവസ്ഥയും ജാതി വ്യവസ്ഥയും കൊണ്ടു നടക്കുന്നത് എന്ന് മനസ്സിലാക്കി ആണ് വിവേകാനന്ദ സ്വാമികൾ ഇപ്രകാരം ഈ വാക്ക് പറഞ്ഞത്. അതേപോലെ ഈ ആധുനിക ലോകത്ത് വിവിധ മതങ്ങളെ പരസ്പരം കലഹിക്കുന്നതും പരസ്പരം തർക്കിക്കുന്നതും കണ്ടിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് വിവിധ എല്ലാ തത്വങ്ങളും
എല്ലാ മതങ്ങളും വിവിധ നദികളാണ് എങ്കിൽ ഈ നദികളെല്ലാം ഒഴുകി ഒരേ സമുദ്രത്തിലെത്തുന്നത് പോലെ എല്ലാ മതങ്ങളുടെയും തത്വം ഒന്ന് തന്നെയാണ്. എല്ലാ ജലവും സമുദ്രത്തിൽ നിന്ന് ആണുണ്ടായത് എങ്കിൽ, എല്ലാ നദികളും ഒഴുകി സമുദ്രത്തിൽ തന്നെയാണ് എത്തിച്ചേരുന്നതെങ്കിൽ, സാക്ഷാൽ പരബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച സർവ്വജീവജാലങ്ങളും ഏതെല്ലാം കൈവഴികളിലൂടെ എവിടെയെല്ലാം സഞ്ചരിച്ചാലും, ഏതേത് ഭൂഖണ്ഡങ്ങളിൽ, ഏതേത് രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെ ജീവിച്ചാലും അവസാനം ആ സാക്ഷാൽ പരബ്രഹ്മത്തിൽ തന്നെയാണ് ലയിക്കേണ്ടത് എന്ന സത്യം ഉൾക്കൊണ്ട് തന്നെയാണ് ഭഗവാൻ, അതായത് സ്വാമിജി, അവിടെയും നിങ്ങൾ കലഹിക്കരുത്, ഇതൊന്നാണ്, തത്വമൊന്നാണ് എന്ന് ഉദ്ഘോഷിച്ചത്. അതേപോലെ എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ നിലകൊള്ളുന്ന വികാരം, ശക്തിയും ഓജസ്സും എല്ലാം ഒന്ന് തന്നെയാണെന്നും ആ ബ്രഹ്മതത്വം, ബ്രഹ്മാംശം എല്ലാ മനുഷ്യർക്കും ലഭിച്ചിരിക്കുന്നത് ഒരേപോലെയാണെന്നും എല്ലാവരുടെ ഉള്ളിലും ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ കീഴ്പ്പെടുത്താവുന്ന ശക്തി എല്ലാവരിലും ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട് എന്നും അദ്ദേഹം ഇങ്ങനെ ലോകത്തെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇന്നത്തെ പ്രഭാഷണ വിഷയം സ്വാമി വിവേകാനന്ദൻ അല്ല. നമ്മൾ തുടർന്ന് വരുന്ന മഹാഭാരത കഥകൾ തുടരുകയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിലും, ആധുനിക ഭാരതത്തിന് ഇത്രമാത്രം ഓജസ് നൽകിയ, ഉന്മേഷം നൽകിയ, ഇത്രമാത്രം ആത്മീയ തത്വം ലോകത്തെ, ഉറങ്ങിക്കിടന്ന ലോകത്തെ ഭാരതത്തിൻ്റെ ആത്മീയത വീണ്ടും അറിയിച്ച ആ മഹാ ആത്മാവിൻ്റെ ഈ ദിവസം, അതായത് ആ സമാധിയുടെ ഈ 121-ാം വാർഷിക ദിവസമായ ഇന്ന് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കാതെ ആത്മീയ പ്രഭാഷണം എന്ന നിലയിൽ പുരാണ കഥകളാണ് എങ്കിലും പറയുന്നത് ഉചിതമല്ല എന്നതിനാൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ മുന്നിൽ, അദ്ദേഹത്തെ പാതാരവിന്ദങ്ങളിൽ കോടി കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ മഹാഭാരത കഥയുടെ തുടർഭാഗങ്ങളിലേക്ക് കിടക്കാം. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പ്രധാനമായും മഹാഭാരത കഥകളിൽ പറഞ്ഞു നിർത്തിയത് പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ ദ്രൗപദിയെ നമ്മൾ 5 പേരും കൂടെയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ദ്രൗപദിയുടെ പിതാവായ ദ്രുപദനെ അറിയിക്കുകയും, ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് മാനസികമായി അത് അംഗീകരിക്കാൻ കഴിയാതെ ഇരിക്കുകയായിരുന്ന ദ്രുപദൻ്റെയും രാജകൊട്ടാരത്തിലെ ആൾക്കാരുടെയും മുന്നിൽ സാക്ഷാൽ വ്യാസ മഹാഋഷി പ്രത്യക്ഷനാവുകയും എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചതിന് ശേഷം ദ്രുപദനെ സമാധാനിപ്പിക്കുന്നതിലേക്ക് വേണ്ടി പാഞ്ചാലിയുടെ പൂർവജന്മകഥ പറഞ്ഞു തരാം, എന്നാൽ മാത്രമേ ഇതിൻ്റെ അന്തസത്ത എന്താണെന്ന് അങ്ങേക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് വ്യാസൻ ദ്രുപദനോട് പറയുന്നതും, അദ്ദേഹത്തെ കൊട്ടാരത്തിനുള്ളിൽ തനിച്ച് ഒരു മുറിയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിലേക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറാകുന്നതുമായ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. തുടർന്ന് കൊട്ടാരത്തിനുള്ളിൽ എത്തിയ വ്യാസനും ദ്രുപദനും യഥാസ്ഥാനങ്ങളിൽ ഇരുന്നതിന് ശേഷം വ്യാസൻ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി: അല്ലയോ മഹാരാജാവേ, ഈ ദ്രൗപദിയുടെ ഈ ജന്മത്തിൻ്റെ ജീവിതം എങ്ങനെയാകണം എന്ന് മുൻജന്മത്തിൽ സാക്ഷാൽ മഹാദേവൻ തീരുമാനിച്ചതാണ്. അതെങ്ങനെ, എപ്രകാരം, എവിടെ വച്ച്, എങ്ങനെ തീരുമാനിച്ചു എന്ന വസ്തുത അങ്ങേക്ക് ഞാൻ വിവരിച്ചു തരാം. വളരെ കാലങ്ങൾക്ക് മുമ്പ് മൗദഗല്യൻ എന്ന ഒരു മഹർഷി വര്യനുണ്ടായിരുന്നു. അദ്ദേഹം അതീവ കോപിഷ്ഠനും വൃദ്ധനും കുഷ്ഠരോഗിയും ഒക്കെയായിരുന്നു. അദ്ദേഹത്തിന് പതിവ്രതാരത്നമായ ഒരു ഭാര്യയുണ്ടായിരുന്നു. അവരുടെ പേര് നളായണി എന്നായിരുന്നു. എപ്പോഴും നളായണിയോട്
കോപിക്കുകയും അവരോട് പല രീതിയിലും നളായണിയെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു ഋഷ്യവര്യനാണെങ്കിലും മൗദഗല്യൻ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കുഷ്ഠരോഗത്തിൻ്റെ വ്രണങ്ങൾ പൊട്ടി ഒലിക്കുമായിരുന്നു. ഇവയെല്ലാം വൃത്തിയാക്കുക മാത്രമല്ല, ഏത് വിധേനയും മൗദഗല്യൻ എത്ര ദേഷ്യപ്പെട്ടാലും ഏത് വിധത്തിലെല്ലാം ഉപദ്രവിച്ചാലും അവയെല്ലാം സഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരിചരിക്കുക എന്നത് നളായനി നിത്യവും ചെയ്തു പോയിരുന്ന പ്രവൃത്തിയായിരുന്നു. ഒരു ദിവസം മൗദഗല്യൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈയുടെ ഒരു വിരൽ ആ ഭക്ഷണത്തിലേക്ക് വീഴുകയും ഇത് കണ്ടിട്ടും ആ ഭക്ഷണം മതിയാക്കി മൗദഗല്യൻ എണീറ്റ് പോയുവെങ്കിലും ആ വിരലിൻ്റെ അംശം എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി ഭക്ഷണം നളായണി ഭക്ഷിക്കുകയാണ് ചെയ്തത്. ആ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലുകൾ തിരുകുന്നതിലേക്ക് വേണ്ടി അരികിലെത്തിയപ്പോൾ കാലുകൾ തിരുകിയിരിക്കുമ്പോൾ മൗദഗല്യൻ ഇപ്രകാരം പറഞ്ഞു: ഹേ നളായനി, ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. ഞാൻ ഇത്രമാത്രം വൃദ്ധനായില്ല. എനിക്ക് യഥാസമയം ഇപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ കുഷ്ഠരോഗവുമല്ല. ഒരുപക്ഷെ സ്വാഭാവികമായി അങ്ങനെ ഒരു കുഷ്ഠരോഗവും ഉണ്ടാവുകയും വൃദ്ധനായിത്തീരുകയും ചെയ്താൽ അവയെ മാറ്റിയെടുക്കുന്നതിലേക്കുള്ള ബ്രഹ്മചര്യവും അവയെ മാറ്റിയെടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള തപശക്തിയും എന്നിൽ നിലവിലുണ്ട്. ഞാൻ നിന്നെ പരീക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇത്രയും വൃദ്ധനായിട്ടും കുഷ്ഠരോഗിയായിട്ടും നിന്നെ ഈ വിധത്തിലെല്ലാം പരീക്ഷണം നടത്തിയത്. ആ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു. ഈ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ, അല്ലെങ്കിൽ ഈ ലോകത്ത് ഇതുവരെ ജനിച്ചിട്ടുള്ളതിൽ ഏറ്റവും പതിവ്രതയും ശുദ്ധയുമായ സ്ത്രീയാണ് നീ. നിനക്ക് തുല്യരായി മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ആയതിനാൽ നിന്നിൽ സംതൃപ്തയായ ഞാൻ നിനക്കിഷ്ടപ്പെട്ട വരം തരാൻ ആഗ്രഹിക്കുന്നു. നീ ആവശ്യമുള്ള വരം ചോദിച്ചുകൊള്ളുക എന്ന് മൗദഗല്യൻ നളായനിയോട് പറയുകയും, പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ആകെ വിഭ്രാന്തിയിലായിപ്പോയ നളായനി തൻ്റെ ഭർത്താവാണെങ്കിലും മൗദഗല്യനോട് എന്ത് ചോദിക്കണം എന്നറിയാതെ അങ്ങനെ പരവേശപ്പെട്ട് പഞ്ചബാണതുല്യന്മാരായ 5 രൂപങ്ങളിൽ രമിപ്പിക്കണം എന്ന് മൗദഗല്യനോട് നളായനി പറയുകയും അപ്രകാരം തന്നെ ആവാം എന്ന് പറഞ്ഞ് മൗദഗല്യൻ 5 രൂപങ്ങൾ എടുത്ത് വിവിധ സ്ഥലങ്ങളിൽ വിവിധ നാൾ അനേകം വർഷങ്ങൾ ഇങ്ങനെ അവർ സന്തോഷവതിയായി നളായണിയെ രമിപ്പിച്ച് ജീവിക്കാനിടയായി. ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിലും അവസാനം ദേവലോകത്ത് തന്നെ പോയി അവർക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ സന്തോഷമായി അവർ അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടി. അങ്ങനെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഈ ജീവിതത്തിന് മൗദഗല്യന് വിരക്തി അനുഭവപ്പെടുകയും ഇനിയും ഈ ജീവിതം തുടർന്നു പോകുന്നതിൽ അർത്ഥമില്ലെന്നും തൻ്റെ യഥാർത്ഥ ലക്ഷ്യം താൻ്റെ ഉത്ഭവമായ ആ സാക്ഷാൽ ബ്രഹ്മത്തിൽ ലയിക്കുകയാണെന്നും അതിന് വീണ്ടും താൻ തപസ്സിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ബോധ്യമായ മൗദഗല്യൻ തൻ്റെ പ്രിയതമയായ നളായണിയോട് ഇപ്രകാരം പറഞ്ഞു: പ്രിയതമേ, അനേകം വർഷങ്ങളായി നിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ഇങ്ങനെ സന്തോഷിച്ച് ഉല്ലസിച്ച് രമിച്ച് ജീവിക്കുകയാണ്. ഇനിയും ഇത് തുടർന്നു പോകുന്നതിൽ അർത്ഥമില്ല. നമുക്ക് വീണ്ടും തപസ്സിനായി കൊണ്ടുപോകാം. നമ്മുടെ ഈ ജന്മം പൂർത്തിയാക്കി മോക്ഷപ്രാപ്തിയിലെത്താം എന്ന് പറയുകയും, എന്നാൽ ഇത് കേട്ടുകഴിഞ്ഞ നളായണി, അല്ലയോ പതി, എനിക്ക് ഈ ജീവിതം തന്നെ തുടർന്നാൽ മതി. എനിക്ക് ഈ ജീവിതം ഉപേക്ഷിച്ച് ഒരു സന്യാസ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങയോടൊപ്പം ഈ രീതിയിൽ തന്നെ തുടർന്ന് ജീവിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന്.
എന്നാൽ നളായണി, തുടർന്നും ഇതേ രീതിയിൽ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ മുൻകാലത്തെ തപശക്തികളെല്ലാം തന്നെ ഇപ്പം തീർന്നിരിക്കുന്നു. വീണ്ടും തപശക്തി ആർജിക്കേണ്ടത് എനിക്ക് അത്യാവശ്യമാണ്. എനിക്ക് മോക്ഷപ്രാപ്തിയിലെത്തിയേ തീരൂ. മോക്ഷത്തിന് വേണ്ടിയാണ് ഞാൻ തപസ് അനുഷ്ഠിച്ച് സന്യാസ ജീവിതം തുടർന്നത് തന്നെ. എന്തായാലും നിനക്ക് വേണ്ടി നിന്നിൽ സംതൃപ്തിയായ ഞാൻ ആ സന്യാസ ജീവിതത്തിൽ നിന്ന് മാറി നിന്നോടൊപ്പം ഇത്ര നാളും ജീവിച്ചു. വീണ്ടും തുടർന്ന് ഞാൻ ആ സന്യാസ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് അറിയിക്കുകയും, നിനക്ക് ലൗകിക ജീവിതത്തിലുള്ള താല്പര്യം അവസാനിച്ചിട്ടില്ല എങ്കിൽ നീ വീണ്ടും ഒരു ജന്മം കൂടെ എടുത്ത് ആ ആവശ്യത്തിന് ലൗകിക ജീവിതം നയിച്ചതിന് ശേഷം നീ മോക്ഷപ്രാപ്തിയിലെത്തിയാൽ മതി. ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് മൗദഗല്യൻ അവിടുന്ന് യാത്രയാവുകയും, എന്നാൽ അരുത് അരുത് പതി അരുത് എന്ന് പറഞ്ഞ് നളായണി മൗദഗല്യനെ പിന്തുടരുകയും, ഹിമാലയ സാലുക്കളിൽ മൗദഗല്യൻ തപസ്സിനായി പോയപ്പോൾ ഹിമാലയത്തിനടുത്ത് തന്നെ വന്ന് നളായണി പരമശിവനെ തപസ് ചെയ്യുകയാണ് ഉണ്ടായത്. വർഷങ്ങൾ നീണ്ട നളായണിയുടെ തപസ്സിൽ സംതൃപ്തനായ മഹാദേവൻ നളായണിയുടെ മുന്നിൽ പ്രത്യക്ഷനാവുകയും, അല്ലയോ ഭവതി, അങ്ങ് അവിടത്തേക്ക് എന്താണ് ആവശ്യം, അത് ആവശ്യപ്പെട്ടാലും എന്ന് മഹാദേവൻ നളായണിയോട് പറയുകയും, പെട്ടെന്ന് പ്രത്യക്ഷനായി നിൽക്കുന്ന മഹാദേവനെ കണ്ട് എന്ത് പറയണമെന്നറിയാതെ നളായണി ഇപ്രകാരം പറഞ്ഞു: ഭർത്താരം ദേഹി, ഭർത്താരം ദേഹി, ഭർത്താരം ദേഹി. ഇങ്ങനെ 5 പ്രാവശ്യം നളായണി ഉരുവിടുകയും, തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് മഹാദേവൻ പറയുകയും, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാകും എന്നറിയിക്കുകയും ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നളായണി പെട്ടെന്ന് ഉണരുകയും, അല്ലയോ മഹാദേവ, ഞാൻ 5 ഭർത്താക്കന്മാരെ അല്ല ചോദിച്ചത്, അതീവ ബുദ്ധിമാനും സമർത്ഥനും വീരനും വില്ലാളിയുമൊക്കെയായ ഒരു ഭർത്താവിനെ തന്നാൽ മതി, എനിക്ക് 5 പേരെ വേണ്ട എന്ന്. ഇത് കേട്ട് കഴിഞ്ഞ് മഹാദേവൻ വീണ്ടും പറഞ്ഞു: നീ അറിയാതെയാണെങ്കിലും 5 പ്രാവശ്യം ഭർത്താരം ദേഹി എന്ന് എന്നോട് ആവശ്യപ്പെട്ടതിനാൽ ഞാനത് സംഭവിക്കുമെന്ന് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് അത് തന്നെ സംഭവിക്കും. നിനക്ക് അടുത്ത ജന്മത്തിൽ 5 നീ ആവശ്യപ്പെട്ടതുപോലെ വില്ലാളി വീരന്മാരും സമർത്ഥന്മാരും സുന്ദരന്മാരും കേമന്മാരുമായ 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായും എന്ന് പറയുകയും മഹാദേവൻ അപ്രത്യക്ഷനാവുകയും ചെയ്തു. അങ്ങനെ ആ നളായണിയാണ് ഇന്ന് ധ്രുവതൻ്റെ പുത്രിയായി യാഗത്തിൽ നിന്ന് ലഭിച്ച ഈ ദ്രൗപദി എന്നും ആയതിനാൽ ആ മഹാദേവൻ്റെ അനുഗ്രഹം ഒരു കാരണവശാലും പാഴാവാൻ പോകുന്നില്ല, പാഴാവാൻ പാടില്ല. ആയതിനാൽ ഇതൊക്കെ ദൈവഹിതമാണ്, ഇത് സംഭവിക്കേണ്ടതാണ്. അവൾ തന്നെ ദൈവിക ശക്തിയാണ്. ആയതിനാൽ ഇത് അങ്ങ് അംഗീകരിക്കുക എന്ന് വ്യാസൻ ധ്രുവതനോട് പറയുകയും, ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മഹാദേവൻ്റെ ഗീതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് 2 പേരും പുറത്തു വന്ന്, എനിക്കെല്ലാം മനസ്സിലായി, ഞാനെല്ലാം അംഗീകരിക്കുന്നു, ഇവർ പാണ്ഡവർ 5 പേരും ആയി എൻ്റെ പുത്രി ദ്രൗപദിയെ കരഗ്രഹിക്കട്ടെ എന്ന് ധ്രുവതൻ പറയുകയും, യുക്തമായ ഒരു മുഹൂർത്തം 5 ദിവസം തുടർച്ചയായ 5 ദിവസങ്ങളിൽ 5 മുഹൂർത്തം കുറിക്കുകയും ധ്രുവത മഹാരാജാവിന് യോജിച്ച പ്രൗഢിയോടുകൂടി ആ വിവാഹം ആർഭാടമായി തന്നെ നടത്തുകയും ഓരോ ദിവസവും ഓരോരുത്തരെ ആയി ദ്രൗപദി കരഗ്രഹിക്കുകയും യുധിഷ്ഠിരൻ മുതൽ സഹദേവൻ വരെ ഓരോ ദിവസം ഓരോരുത്തരെയായി പേടി കഴിച്ച് കരഗ്രഹിക്കുകയും അന്നേ ദിവസം ആ പാണ്ഡവരിൽ ആ വ്യക്തിയോടൊപ്പം വസിക്കുന്ന ദ്രൗപദിക്ക് പിറ്റേ ദിവസവും കന്യകാത്വം മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നഷ്ടപ്പെടാതിരിക്കുകയും അങ്ങനെ 5 ദിവസങ്ങളിലും കന്യകയായി തുടർന്നു പോയ
ദ്രൗപദി അതായത് കൃഷ്ണ അതായത് പാഞ്ചാലി അങ്ങനെ 5 പേരുടെയും ഭാര്യയായി ജീവിക്കാനിടയാവുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, മഹാഭാരത കഥയുടെ ഈ ഭാഗം ഞാൻ ഇന്നിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് ദ്രൗപദിയെ വിവാഹം കഴിച്ചത് യഥാർത്ഥ പാണ്ഡവരാണ് എന്ന സത്യം ഹസ്തിനപുരിയിൽ അറിയുന്നതും തുടർ കഥകളും പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.